ക്രോണസിൻ്റെ പുത്രനാണ് സ്യൂസ്. ക്രോണസിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ക്രോണസിന് 12 മക്കളുണ്ടായിരുന്നു. എൻ്റെ ഓർമ്മ, ഞാൻ എങ്ങനെ പണ്ട് പഠിച്ചത് ഓർമ്മയെന്നെടുത്ത് പറയാം. അതിൽ കുട്ടി ജനിച്ചാൽ രേഹയാണ് ഭാര്യ. രേഹയും ഒരു ദേവിയാണ്. രേഹയാണ് ഭാര്യ. കുട്ടി ജനിച്ചാൽ ഉടനെ കുട്ടിയെ ക്രോണസ് തിന്നും, കടിച്ചു മുറിച്ച് തിന്നും. ക്രോണസ് യൂറോപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവമാണ്. മനസ്സിലായില്ല? ഈ കുട്ടി ജനിച്ചാൽ ഉടനെ ആ കുട്ടിയെ കടിച്ചു മുറിച്ച് തിന്നും. ആര്? ക്രോണസ് തിന്നും. ക്രോണസ് യൂറോപ്പിലെ പ്രധാനപ്പെട്ട ദൈവമാണ്. അവസാനത്തെ കുട്ടിയെ രേഹ മാറ്റി എന്തോ കെട്ടിപ്പൊതിഞ്ഞിട്ട് ക്രോണസിന് കൊടുത്തു. ക്രോണസ് അതും അപ്പാട് വിഴുങ്ങി. എന്നിട്ട് പിന്നെ അച്ഛനെ കാണാതെ വളർത്തി. ആരെ? അവസാനത്തെ മകന്. ആ മകനാണ് സ്യൂസ്. ഗ്രീക്കുകാർ സ്യൂസ് എന്ന് പറയുന്ന, റോമക്കാർ ജൂപ്പിറ്റർ എന്ന് പറയുന്ന സ്യൂസാണ് ഈ കുട്ടി. ഈ കുട്ടി പിന്നെ വളർന്നു. മനസ്സിലായോ? ഈ കുട്ടിയാണ് കിങ് ഓഫ് ഗോഡ്സ്. ആർക്ക്? യൂറോപ്യർക്ക്. എന്താ അച്ഛൻ്റെ സ്വഭാവം? ദൈവത്തിന് അച്ഛൻ ഉണ്ടാവുക എന്നുള്ളത് തന്നെ വിഷയം. ചിന്തിക്ക്. യൂറോപ്പിൻ്റെ പൊതുമതമാണ് കാനിബലിസം. മനുഷ്യനെ തിന്നുക. നമ്മൾ വിചാരിക്കും അത് പ്രാകൃതമല്ല. ഒരിക്കലും പ്രാകൃതമല്ല. ലോകത്ത് ഏറ്റവും വളർന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് കാനിബലിസം. അതായത് മനുഷ്യനെ തിന്നുക. മൃഗത്തിനെ ആണ് മനുഷ്യൻ കഴിക്കുക. മനുഷ്യനെ കഴിക്കും. മനുഷ്യനെ നല്ല രൂപത്തിൽ കറി വച്ച് കഴിക്കുന്നത് എങ്ങനെ എന്ന വിഷയത്തിൽ യൂറോപ്പിൽ 21-ാം നൂറ്റാണ്ടിൽ പോലും പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. 1, 2 ഒന്നുമല്ല. കാനിബലിസത്തെക്കുറിച്ച് ഒരുപാട്. അതായത് നമ്മൾ സാധാരണ പാചക പുസ്തകം പോലെ മനുഷ്യനെ നല്ല ഭംഗിയായി കറി വെച്ച് കഴിക്കുമ്പോൾ ഏറ്റവും നല്ല സ്വാദിഷ്ടമായി കഴിക്കാൻ എന്തൊക്കെ ചേരുവകൾ കൂട്ടണം എന്ന വിഷയത്തിൽ യൂറോപ്പിൽ, അതായത് എവിടുന്നാണോ, ഏത് ദേശത്ത് നിന്നാണോ നമ്മൾ കണ്ടുപിടുത്തങ്ങളും ശാസ്ത്രീയ പര്യവേക്ഷണങ്ങളും മാത്സിലും ഫിസിക്സിലും ഒക്കെ ലോകത്ത് അജയ്യമായ കണ്ടുപിടുത്തങ്ങൾ വന്നിട്ടുള്ളത്, അതേ മണ്ണിൽ നിന്നാണ് കാനിബലിസം വന്നത്. ചിന്തിക്ക്. ഇനി സ്യൂസിനെ സംബന്ധിച്ചിടത്തോളം, സ്യൂസിന് എത്ര ഭാര്യമാരാണെന്നതിന് കയ്യും കണക്കുമില്ല. ഭാര്യ എന്നാൽ ഒരു പെണ്ണിനെ സ്യൂസിന് ഇഷ്ടപ്പെട്ടാൽ ആ പെണ്ണിനെ സ്യൂസ് പ്രാപിച്ചിരിക്കും. അപ്പോൾ പിന്നെ ദൈവത്തിൻ്റെ സ്വഭാവമാണല്ലോ എന്ത്? പരസ്ത്രീ ഗമനം, വ്യഭിചാരം. ദൈവത്തിന് അതാണ് സ്വഭാവമെങ്കിൽ ദൈവത്തിന് എങ്ങനെയാണ് അത്തരം ചാബല്യങ്ങൾ ഉണ്ടാവുക എന്ന ചോദ്യത്തിന് ഇവിടെ മറുപടിയില്ല. മനസ്സിലോണ്ട് പറഞ്ഞത് നിങ്ങൾ ചിന്തിക്കുക. മനുഷ്യ സ്ത്രീകളെയും അല്ലാത്ത സ്ത്രീകളെയും ദേവികളെയും എല്ലാം പ്രാപിക്കുന്ന ആളാണ് ആര്? സ്യൂസ്, കിങ് ഓഫ് ഗോഡ്സ്. ഒളിമ്പസ് സ്യൂസിന്റെ ഭാര്യയാണ്. അല്ലെങ്കിൽ ഒളിമ്പസിന്റെ ജാരനാണ് സ്യൂസ്. ഒളിമ്പസിന്റെ ഭർത്താവ് ഫിലിപ്പാണ്. അതേ സമയത്ത് അലക്സാണ്ടർ ഒളിമ്പസിന്റെ പുത്രനാണെങ്കിലും ഫിലിപ്പിന്റെ പുത്രനല്ല, സ്യൂസിന്റെ പുത്രനാണ്. ഇതാണ് യൂറോപ്യൻ വിശ്വാസം. അതായത് മനസ്സിലാവേണ്ടി പറഞ്ഞത് നിങ്ങൾ ചിന്തിക്കുക. ഇതാണ് യൂറോപ്യൻ വിശ്വാസം. മാസിഡോണിയയുടെ പുറത്ത് നിന്ന് ഭാര്യമാരെ സ്വീകരിക്കൂല, പഴയകാല ഗ്രീക്ക് നിയമം അനുസരിച്ച്. എന്നാൽ ഒളിമ്പസ് മാസിഡോണിയക്കാരിയല്ല. പിന്നെന്താ കാരണം ചില പ്രത്യേകമായ അമാനുഷിക കഴിവുകൾ ഒളിമ്പസിനുണ്ടായിരുന്നു. ഒളിമ്പസ് 90% സമയങ്ങൾ വസ്ത്രം ധരിക്കൂല. അതിസുന്ദരിയായ പെണ്ണാണ്, വസ്ത്രം ധരിക്കൂല. എന്തുകൊണ്ട്? പൈശാചിക വീഴ്ചകൾക്ക് തയ്യാറായി നിൽക്കുക. സ്ഥിരമായി
ഒളിമ്പസിൻ്റെ അടുത്ത് വന്നിരുന്നതാണ് ആര്? സ്യൂസ്. അതിലുണ്ടായ പുത്രനാണ് അലക്സാണ്ടർ. അലക്സാണ്ടർ ലോക ചരിത്രത്തിൽ എത്രയോ സ്ഥലങ്ങൾ കാണാം. അലക്സാണ്ടർ എന്നാൽ സൺ ഓഫ് ഗോഡാണ്. അതാണ് ഗോഡ്. ആരാണ് ഗോഡ്? സ്യൂസ്. അതുകൊണ്ട് ലോകം, അതാണ് അലക്സാണ്ടറുടെ ഉൾപ്രേരണ. എന്തുകൊണ്ട് അലക്സാണ്ടർ ലോകം കീഴടക്കാൻ പുറപ്പെട്ടു? എൻ്റെ അച്ഛനായ ദൈവം. അതുകൊണ്ട് എനിക്ക് ഈ ലോകം മൊത്തം ഉൾപ്പെടണം. അലക്സാണ്ടർക്ക് പ്രത്യേക കാരണമില്ല. എന്തിനാണ് അലക്സാണ്ടർ ലോകം കീഴടക്കാൻ ഇറങ്ങിയത് എന്നതിന് ഒരു ന്യായം നമുക്ക് ചരിത്രം ആകെ പരതിയാ കണ്ടെത്താൻ കഴിയില്ല. പൗരസ്ത്യ നാട്ടിലെ വേദങ്ങളും ധർമ്മങ്ങളും മുഴുവനും നശിപ്പിച്ചത് അലക്സാണ്ടറാണ്. എന്തുകൊണ്ട്? അലക്സാണ്ടറെ സംബന്ധിച്ചിടത്തോളം ഗ്രീക്ക് മിത്തോളജിയേക്കാൾ വലിയ ഒരു നിയമം ഇല്ല. അപ്പം അതെല്ലാം അനാവശ്യമാണ്. അത് നശിപ്പിച്ചു അലക്സാണ്ട്രിയ ലൈബ്രറി അലക്സാണ്ടർ നശിപ്പിക്കുമ്പോൾ ലക്ഷക്കണക്കിന് പുസ്തകങ്ങളുണ്ട്. പിന്നീട് ഇതേ പണി ജൂലിയസ് സീസർ ചെയ്തു. അപ്പം എന്തുകൊണ്ട്? അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനത്തെ ധർമ്മ സനാതന നിയമങ്ങളൊന്നും ഇല്ല. ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കണം. മനുഷ്യനെന്നാൽ മനുഷ്യൻ. ഇനി സ്യൂസിനൊരു പുത്രനുണ്ട്. സ്യൂസിൻ്റെ ഒരു ദൈവമായ പുത്രനാണ്, ദൈവം എന്ന് വിശ്വസിക്കുന്ന പുത്രൻ അപ്പോളോ. 20 ഭാര്യമാരാണ്. 20 ആൺകുട്ടികളാണ്. തിരിഞ്ഞില്ല. 20 ഭാര്യമാരാണ് അപ്പോളോക്ക്. അപ്പോളോയുടെ 20 ഭാര്യമാരും ആൺകുട്ടികളാണ്. അതായത് മനസ്സിലായില്ല. അതായത് സ്വർഗരതി എന്ന് പറഞ്ഞാൽ അത് ദൈവം തന്നെ ചെയ്യാണ്. ആ നാട്ടിൽ നിന്നാണ് സ്വർഗരതി വന്നത്. സ്വർഗരതി ചെയ്യുന്ന ആളുകൾ കിഴക്കൻ രാജ്യങ്ങളിൽ ഇല്ലേ എന്നല്ല, അതൊരു നിയമമാവുക, അതൊരു ആഗ്രഹിക്കപ്പെടുന്ന കാര്യമാവുക. അത് ലോകത്തെ ഏറ്റവും വലിയ തിന്മ. കിഴക്ക് അങ്ങനൊരു ജനത വന്നപ്പോഴത്തേന് ആ ജനതയെ അല്ലാഹു തആല ലോകാവസാനം വരെയുള്ള ശിക്ഷയുടെ പാഠമായി തന്നെ അവരെ ശിക്ഷിച്ചു. അതാണ് കിഴക്ക്. പടിഞ്ഞാറ് അത് ദൈവത്തിൻ്റെ സ്വഭാവം. ഇതൊക്കെ പഠിക്കണം. ഞാൻ നിങ്ങൾക്ക് മതമായി പൂർത്തിയാക്കി തന്നു എന്ന് പറഞ്ഞാൽ അതൊരു വാക്ക് തന്നെയാണ്. അതായത് സമ്പൂർണമായ മനുഷ്യ സൗഹാർദ്ദത്തിൻ്റെ പൂർത്തീകരണമാണത്. മനുഷ്യൻ നന്മയുടെ, ധർമ്മത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ, നീതിയുടെ, കാരുണ്യത്തിൻ്റെ, ദയാവായ്പിൻ്റെ, സ്നേഹത്തിൻ്റെ എല്ലാം. അതിനപ്പുറം ആ സ്കെയിലിൽ പെടാത്തതൊന്നും ശരിയാവില്ല. അതിൻ്റെ അർത്ഥം കാണുന്നവരോട് മുഴുവനും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കണം എന്നാണോ? അല്ല. അതിലെല്ലാം ഉണ്ടാവും. അതിൽ യുദ്ധവും ഉണ്ടാവും, അതിൽ സമാധാനം ഉണ്ടാവും, അതിൽ ശിക്ഷയും ഉണ്ടാവും, അതിൽ രക്ഷയും ഉണ്ടാവും. രാത്രിയില്ലെങ്കിൽ പകലിന് വിലയില്ല. രാത്രിയില്ലെങ്കിൽ പകലിന് വിലയില്ല. പകലില്ലെങ്കിൽ രാത്രിക്ക് വിലയില്ല. ദുഃഖമില്ലെങ്കിൽ സുഖത്തിന് വിലയില്ല. ശിക്ഷയില്ലെങ്കിൽ രക്ഷയ്ക്ക് വിലയില്ല. എന്ത് പറഞ്ഞ ആരും വിളിച്ചിട്ട് മക്കളെ പുറത്തോടെ അങ്ങനെ തലോടുന്ന ഒരു വാപ്പ, വേറൊരു വാപ്പ കർശനമായി ശിക്ഷിക്കും. അങ്ങനത്തെ ഒരു വാപ്പ. ഈ 2 വാപ്പമാരും അവരുടെ കുട്ടിയെ ഒരു വേള അങ്ങനെ പുറത്തൂടെ അങ്ങനെ മോനെ എന്ന് പറഞ്ഞാൽ തലോടിയാൽ ഈ 2 കുട്ടികൾക്കും 2 അനുഭവം ഉണ്ടാവുക. എന്തിനും വിളിക്കും, ഒരു ശിക്ഷയില്ല, എന്തും ചെയ്യുക. 20 മനസ്സിലായില്ലേ? എന്ത് ചെയ്താലും, എന്ത് തോന്നിയാസം ചെയ്താലും, 12 സിനിമ ഒന്നിച്ച് കണ്ടാലും, എന്തൊക്കെ തോന്നിയാസം ചെയ്താലും, കണ്ട സ്കൂളിലെ കുട്ടികൾക്ക് മുഴുവൻ ലൗലത്തിൽ കൊടുത്താലും വിളിച്ചുകൊണ്ടിരിക്കണ ഒരു ബാപ്പ ഒരു മകനെ തലോടിയാൽ ആ മകൻ സംബന്ധിച്ച് ഡിസ്റ്റർബ് ചെയ്യാന്ന് പറഞ്ഞ ബാപ്പ മനസ്സ് സമാധാനത്തിൽ ഇരിക്കാൻ വരുമ്പോൾ മനുഷ്യനെ കരുതൻ അങ്ങനെ പറയാം. അതേ സമയത്ത് മകൻ്റെ പരീക്ഷ റിസൾട്ടൊക്കെ പരിശോധിച്ചതിന് ശേഷം മോനാണ്, എൻ്റെ മോനാണ്, നല്ല കുട്ടിയാണ്, ഒരു വട്ടം ഒന്നും ഇങ്ങനെ കാണിച്ചാൽ തന്നെ അതവൻ മറക്കൂല.
സുഖത്തിന് സുഖം ഉണ്ടാവണമെങ്കിൽ ഇപ്പുറത്ത് ദുഃഖം ഉണ്ടാവും. രക്ഷയാവണമെങ്കിൽ ശിക്ഷ എന്നൊരു കൺസെപ്റ്റ് ഉണ്ടാകും. അതിന് ഇല്ലെങ്കിൽ പിന്നെ എണ്ണിമാനാകണം. വളരെ ഇതൊക്കെ ചിന്തിക്കണം. ലോകത്തിൻ്റെ പൂർത്തീകരണം മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാത്തിനും കൃത്യമായ കൃത്യതയുണ്ട്. എല്ലാവർക്കും അതേ സമയത്ത് ക്ഷമിക്കുന്നതിന് പരമാവധി ക്ഷമിച്ചിട്ടുണ്ട്. എന്നാൽ ശിക്ഷിക്കേണ്ടവർ ശിക്ഷിച്ചു. എണ്ണം പരമാവധി കുറച്ചു, എന്നാലും ശിക്ഷിക്കും. എണ്ണിമാനല്ല, ശിക്ഷിക്കും. ഞാൻ നിൽക്കുന്ന പരിസരത്ത് 2 മാസത്തെ വഴി ദൂരത്തുള്ള ആളുകൾക്കും എന്നെ പേടിയുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ. അതാണ് 40,000 വരുന്ന പട്ടാളവുമായി ബൈസന്റൈൻ റോമക്കാർ തബൂക്ക് ആക്രമിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് ഇങ്ങനെ പോയി. അപ്പോൾ അവരോടി കളഞ്ഞു. അവരെ കയ്യിൽ 40,000 സൈന്യമുണ്ട്. നബിയുടെ അത്ര ഒന്നുമില്ല. അങ്ങനെ പോയപ്പോഴത്തേന് അവരോടി. എന്തുകൊണ്ട്? ഇത് മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിക്ക് തബൂക്കിനെ സംരക്ഷിക്കേണ്ട ബാധ്യതയില്ല. പക്ഷെ തബൂക്കുകാർ നബിയോട് വന്ന് പറഞ്ഞു. അവരാരാ? അവർ ചില ആളുകൾ ഹെല്ലനിസ്റ്റിക് ജൂതന്മാരാണ്, കുറച്ച് ആളുകൾ ക്രിസ്ത്യാനികളാണ്. അവർ ഹബീബായ നബിയോട് പറഞ്ഞു, ഞങ്ങളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നുണ്ട്, ഞങ്ങൾക്ക് അവരുടെ ഭീഷണിയുണ്ട്, അടുത്ത് അവർ സൈന്യത്തെ സജ്ജരാക്കുന്നുണ്ട്, പൂർണ്ണമായി തബൂക്ക് പിടിച്ചടക്കാൻ വേണ്ടി റോമക്കാരുടെ താല്പര്യമുണ്ട്. അവർ പടപ്പുറപ്പാട് നടത്തിയിട്ടുണ്ട്. അപ്പോഴത്തേനും കടുത്ത വേനൽ എന്ന് പറഞ്ഞാൽ തബൂക്ക് വരെ പോകണം. ആരെ കയ്യിൽ വാഹനങ്ങളില്ല, പൈസ തീരെയില്ല. ആ പടയാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ജയ്ഷുൽ ഉസ്റ എന്ന് പറയുന്നത്. ജയ്ഷുൽ ഉസ്റ എന്നാൽ ക്ഷാമത്തിൻ്റെ പട. ആരുടെ കയ്യിലൊന്നും ഇല്ല. എന്നിട്ട് ആ വെയിലത്ത് നടന്നു ഹബീബ റസൂലുള്ളാഹ്. എങ്ങോട്ട് പോയി? തബൂക്കിലേക്ക് പോയി. തബൂക്കിൽ ചെന്ന് റസൂലുള്ളാഹ് നിന്നു. അത് മക്ക ഫത്വൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ സംഭവം. തബൂക്കിൽ പോയി റസൂലുള്ളാഹ് നിന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴത്തിന് അവർ തിരിച്ചുപോയി. ആര്? ബൈസന്റൈൻ റോമക്കാർ തിരിച്ചുപോയി. അവർക്ക് ഒന്നിനും വന്നില്ല. എന്തുകൊണ്ട്? ഇത് വിവരറിയും വിചാരിച്ച ആളല്ല. അപ്പോൾ റസൂൽ അവിടെ നിന്നു. അപ്പോൾ അവർ ക്രിസ്ത്യാനികളും ജൂതന്മാർക്കൊക്കെ വളരെ ആഘോഷമായി. റസൂൽ അങ്ങനെ നിന്ന് 20 ദിവസം നിന്നു. അവർക്കെല്ലാം കരാർ പത്രം എഴുതി ഒപ്പിട്ടെടുത്തു. എന്ത് ബുദ്ധിമുട്ടുണ്ടാലും ഇത്തരം അക്രമികളിൽ നിന്ന് എപ്പോഴും ഞങ്ങളെ സംരക്ഷിക്കും. കരാർ ഒപ്പിട്ടെടുത്തു തബൂക്കർക്ക്. അവർ ഹെല്ലനിസ്റ്റിക് ജൂതന്മാർ എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് വൽക്കരണം നടത്തിയ ജൂതന്മാർ എന്നാണ് അർത്ഥം. ഹെലൻ എന്ന വാക്ക് ഗ്രീസിൻ്റെ മറ്റൊരു നാമമാണ്. ഹെല്ലനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് വൽക്കരണം എന്നർത്ഥം. അതായത് ഇത്തരം ദൈവങ്ങൾ ചിന്ത അതൊക്കെ ഉണ്ട് ഇവർക്കും. ഇവരിൽ ചില ആളുകൾക്ക് അതെല്ലാം ഉണ്ട്. ഇതിനൊക്കെ അടിസ്ഥാന കാരണം അലക്സാണ്ട്ര പിന്നീട് പറയാം. ഈ വിഷയത്തിൽ നമ്മുടെ പുസ്തകം തയ്യാറായിട്ടുണ്ട്, അടുത്ത് പുറത്തിറങ്ങും. പക്ഷെ അവരെ കൊണ്ട് നാട്ടിൽ ശല്യമില്ല. ഒരാളിൽ എന്ത് ദുർഗുണമുണ്ടെങ്കിലും അയാളെ ഇല്ലാതാക്കേണ്ട ബാധ്യതയില്ല. അത് അപരനൊരു പ്രയാസമാകാത്ത കാലത്തോളം. ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞല്ലോ, ഒരാൾ കള്ളു കുടിച്ചു എങ്കിൽ അത് ആരോടുള്ള കുറ്റം? പഠിച്ചവനോടുള്ള കുറ്റം. അയാൾ ഒരാളോട് കലഹത്തിന് വന്നാൽ നാട്ടുകാരോടും കുറ്റമായി. ഇല്ലെങ്കിൽ നാട്ടുകാർക്ക് പ്രശ്നമില്ല. കള്ളുടിച്ചു കമ്മഞ്ഞിറന്ന് ഉറങ്ങുന്നു, പ്രശ്നം എന്താ? നാട്ടുകാർക്കില്ല. മനസ്സിലാണ്ട് പറഞ്ഞത്, നാട്ടുകാർക്ക് അവനവന് മറ്റ് നാട്ടുകാരെ ശല്യപ്പെടുത്തുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ എന്നതുപോലെ ഇവർക്കൊക്കെ ഈ തിന്മകളെല്ലാം ഉണ്ട്. പക്ഷെ അവരെ കൊണ്ട് നാട്ടുകാർക്ക് ശല്യമില്ല. പിന്നെ ബാക്കി അവരുടെ തീരുമാനം കൊടുക്കേണ്ടത് റബ്ബാണ്, നമ്മളല്ല. സംരക്ഷണം തരാന്ന് പറഞ്ഞു. നേരെ തബൂക്കിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയാൽ പിന്നെ അവിടെ അഖബ എന്നൊരു പ്രദേശമുണ്ട്. അതായത് അഖബ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അത് 4 രാജ്യങ്ങളുടെ സംഗമ ഭൂമിയാണ് അഖബ. അഖബയിലേക്ക് നേരെ കടലെടുക്കുക. അഖബ കടലെടുക്കുക. ഇങ്ങനെ വന്നിട്ട് കടൽ തീരാണ് അവിടെ. ഏതാ കടൽ? ചെങ്കടലിന് 2 കൈവഴികളുണ്ട്. ഒന്ന് സൂയസിലേക്കും നീളും, ഒന്ന് അഖബയിലേക്കും നീളും. അതുകൊണ്ട് ഈ 2 ഉൾക്കടലുകൾക്ക് സൂയസ് ഉൾക്കടൽ എന്നും അഖബ ഉൾക്കടൽ എന്നും പറയപ്പെടും. അതായത് മനസ്സിലായില്ലേ? റാം അസ് മുഹമ്മദ് എന്ന ഏരിയയിലെത്തിയാൽ അവിടെ ചെങ്കടൽ 2ആയി പിരിയും. 2ഉം ചെങ്കടലാണ്. 2 ചെങ്കടലിൻ്റെ മരുഭൂമിയിലേക്ക് കയറിയ ഉൾക്കടലാണ്. ഒന്ന് സൂയസ് പട്ടണം വരെ കയറും,
ഈ കടൽ അവസാനിക്കുന്നിടത്ത് പിൽക്കാലഘട്ടത്തിൽ ഒരു പട്ടണമുണ്ടായി. അവിടെ ഗ്രീക്കുകാർ ഒരു പട്ടണം ഉണ്ടാക്കി. ഇവിടെ നേരെ ഇങ്ങനെ വന്നാൽ ഈ ഉൾക്കടൽ എവിടെ തീരും? അഖബയിൽ തീരും. ഈ സൂയസ് പട്ടണം ഏതാ? നിങ്ങൾ കണ്ടല്ലേ? ഈ സൂയസ് പട്ടണം ഏതാ? നിങ്ങൾ ആ സൂയസ് എന്ന പദം മൂന്നോട്ട് ആലോചിച്ച് നോക്ക്. എന്താണ് പദം? സ്യൂസ് ആണത്. സ്യൂസിന്റെ പേരിൽ ഗ്രീക്കുകാർ ഉണ്ടാക്കിയ പട്ടണമാണത്. മറ്റത് അലക്സാണ്ടർ പേരിൽ ടോളമി ഉണ്ടാക്കിയ പട്ടണമാണ് അലക്സാണ്ട്രിയ. സ്യൂസിന്റെ പേരിൽ ഉണ്ടാക്കിയ പട്ടണമാണ്. സ്യൂസാണ് പൈശാചിക ദൈവം. അവിടുന്ന് 192 കിലോമീറ്ററാണ് മെഡിറ്ററേനിയൻ സമുദ്രത്തിലേക്ക്. അവിടെയാണ് പിന്നെ AD 1859 മുതൽ AD 1869 വരെ ഇസ്മായിൽ പാഷയുടെ കാലഘട്ടത്തിൽ മനുഷ്യനാൽ നിർമ്മിക്കപ്പെട്ട, മനസ്സിലായില്ലേ, സൂയസ് കനാൽ ഉണ്ടാക്കിയത്. 192 കിലോമീറ്ററാണ്. സ്യൂസ് പട്ടണത്തിൽ നിന്ന് മെഡിറ്ററേനിയൻ സമുദ്രത്തിലേക്ക് 192 കിലോമീറ്ററാണ്. അപ്പൊ നേരെ ഇപ്പുറത്ത് കഴിവേണ്ടി അത് പറയാനത് വന്നത് അഖബയിലെ അഖബക്കാരെ എപ്പോഴും ആക്രമിക്കും. ആര്? അഖബ നിവാസികളെ ബൈസന്റർ റോമക്കാരെ എപ്പോഴും ആക്രമിക്കും. അപ്പോൾ ആ നിവാസികൾ തെബൂക്ക് അടുത്ത സ്ഥലമാണ്. നബി അവിടെ ഉള്ള സമയത്ത് നബിയോട് വന്ന് പറഞ്ഞു, ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാണ് ബൈസന്റർ റോമക്കാർ, ഞങ്ങൾക്ക് കരാർ പത്രം തരണം. കരാർ പത്രം കൊടുത്തു. അതൊക്കെ ഇന്നും നിലനിൽക്കുന്നതാണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങൾ സഹായിക്കും. മനസ്സിലുണ്ട് പറഞ്ഞത്? അതായത് എന്താണ്? മനുഷ്യനെ ബുദ്ധിമുട്ടിച്ചാൽ ഇടപെടും, ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അപ്പം നിന്നെ ഒരാൾ, നീ എൻ്റെ ഒരു സുഹൃത്താണെങ്കിൽ നിന്നെ ഒരാൾ ആക്രമിച്ചാൽ നീ സുഹൃത്തല്ല. ഒരാൾ അക്കാരന്മാർ ഒരാൾ ആക്രമിച്ചാൽ നോക്കിക്കുന്നതിന് എന്ത് മനുഷ്യത്താണ്? ഇതിനെങ്ങനെ യുദ്ധം എന്ന് പറയാം? ഇതെന്ത് യുദ്ധമാണ്? ഭാഷാപരമായിട്ടുള്ളൂ. സാങ്കേതികമായി ഒരു യുദ്ധം എന്നതിനെ വിജയിച്ചിട്ടില്ല. ഒക്കെ പ്രതിരോധങ്ങളാണ്. എന്നാൽ ഇവരെ പിന്നാലെ കൂടി അവരെ തല്ലിയോ? 40,000 പട്ടാളക്കാർ റോമക്കാർ ഓടിയപ്പോൾ അവരെ പിന്നാലെ കൂടി തല്ലിയോ? ഇല്ല. ഭയപ്പെട്ടില്ല. അത്ര മതി. ഇനി അടുത്ത വരല്ലേ, ഇപ്പൊ ഒന്നുകൂടി ഭയപ്പെടുത്താം. മനസ്സിലോണ്ട് പറഞ്ഞ ഇതൊക്കെ നമ്മൾ പഠിക്കണം. നമുക്ക് അല്ലാഹുവിന്റെ തൗഫീഖിനാൽ നമുക്ക് എന്താണ് ചരിത്രം എന്ന് അറിയേയില്ല. അതുകൊണ്ട് വന്ന ദോഷം ചെറുതല്ല. നമുക്കൊന്നും അറിയില്ല. അല്ലാഹുവിന്റെ ഹബീബിനെ പറ്റി ഒന്നും അറിയില്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയേയില്ല, ഒന്നും അറിയില്ല. അത് പരിഹരിക്കുക എന്നതാണ് എൻ്റെ ഈ പുസ്തകം എഴുത്തിൻ്റെ പിന്നിലുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. റബ്ബെന്നെ സഹായിച്ചാൽ അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. എന്താണ് നബിയുടെ യുദ്ധനിയോഗം, എന്താണ് നബിയുടെ നിയോഗം എന്നാണ് ഒന്നാമത്തെ പുസ്തകത്തിൻ്റെ ചർച്ച. ഇൻഷാ അല്ലാഹ് അല്ലാഹു സഹായിക്കട്ടെ. രണ്ടാമത്തെ പുസ്തകത്തിൽ എന്താണ് നബി കൊണ്ടുവന്ന ധർമ്മം, അത് ലോകത്തെ ധർമ്മങ്ങളിൽ നിന്ന് അതിൻ്റെ വ്യത്യസ്തത എന്ത്, അത് പഠിക്കണം നമ്മൾ. അത് പഠിച്ചാലല്ലേ നമുക്ക് നബിയെ മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ എല്ലാവരും പോലെ നമുക്കൊരാൾ നല്ലേ ഉള്ളൂ. ഞാൻ ഇതൊക്കെ ഇവിടെ പറയാനുള്ള അടിസ്ഥാന കാരണം എന്താ? അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടാണ് അവർ വന്നത്. അതായത് ചില ദൈവങ്ങൾക്ക് നിയമങ്ങളുണ്ടാവും. മനുഷ്യൻ ഉണ്ടാക്കി കൂട്ടിയ ദൈവങ്ങൾ. വയലാർ പറഞ്ഞ ദൈവമാണ് ആ സ്ഥലത്തിലുള്ള ദൈവം. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മനസ്സ് പങ്കുവെച്ചു. ഇതാണ് വയലാറിൻ്റെ വാക്ക്. വയലാറിനെ കേട്ടില്ലേ? നല്ലോണം ചിന്തിക്കണം. വലിയ വാക്കാണ്. ഇതൊന്നും സത്യത്തിൽ ഒരു ഇന്ത്യക്കാരൻ പറയുന്ന വാക്കല്ലാതെ, അതൊക്കെ ഹെലനൈസേഷന് വിധേയനായ ഒരു മനുഷ്യൻ്റെ വാക്കാണ്. ഒരിക്കലും ഒരു ഇന്ത്യക്കാരൻ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറയില്ല. എന്തുകൊണ്ട്? ഹൈന്ദവതയുടെ വേദങ്ങൾ വരുന്നത് വ്യാസൻ വഴിയാണ്. വ്യാസൻ അതിൻ്റെ ഉപജ്ഞാതാവല്ല, സംയോജകൻ. അപ്പോൾ ഉപജ്ഞാതാവായ ധർമ്മസംഹിതകളുടെ ഉപജ്ഞാതാവായ ഒന്നുണ്ടെങ്കിൽ അത് ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ദൈവമാണ്. അപ്പോൾ പിന്നെ മനുഷ്യനെങ്ങനെ മതങ്ങളെ സൃഷ്ടിക്കുന്നത്? തിരിഞ്ഞില്ല. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായി. തല കൊടുത്ത് ചിന്തിക്കണം. വയലാർ എന്താ എഴുതിയത്? അത് ഹെലനൈസേഷന് വിധേയനായതാണ്. വയലാർ തികഞ്ഞ കമ്മ്യൂണിസ്റ്റാണ്. കമ്മ്യൂണിസം ആകുമ്പോൾ ഹെലനൈസേഷനാണ്. പഴയ കാലം ഗ്രീക്ക്
ദൈവനിരാസമാണ് സത്യത്തിൽ എന്തിൻ്റെ അടിസ്ഥാനം? കമ്മ്യൂണിസത്തിൻ്റെ അടിസ്ഥാനം. പഴയകാല ഗ്രീസ്, പഴയകാല ഗ്രീക്കിൽ നിന്ന് ഉള്ള ദൈവനിരാസത്തിൽ അധിഷ്ഠിതമായിട്ടാണ് പിൽക്കാലഘട്ടത്തിൽ പുരോഗമിപ്പിച്ച് പരിഷ്കരിച്ച് ആ ഒരു ദൈവനിരാസത്തിൻ്റെ ചിന്താധാരയാണ് പിൽക്കാലഘട്ടത്തിൽ 1800 മധ്യങ്ങൾക്ക് 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടുകൂടെ കമ്മ്യൂണിസമായി പുറത്തു വന്നത്. അതിൻ്റെ ഉൽപ്പന്നമാണ് വയലാർ. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മനസ്സ് പങ്കുവെച്ചു എന്നാണ് വയലാർ പറഞ്ഞത്. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിക്കൂല. ഹിന്ദു മതത്തിൽ മനുഷ്യനല്ല മതങ്ങളെ സൃഷ്ടിച്ചത്. BC 1500 മുതൽ BC 600 വരെയാണ് വേദ സംയോജന കാലഘട്ടം. പിന്നീട് അത് അലക്സാണ്ടർ നശിപ്പിച്ചു. വേദങ്ങളെ സംയോജിപ്പിച്ചതാണ്. അതായത് കാലകാലങ്ങളിൽ ദൈവിക ദൂതന്മാർ വഴി, ദൈവത്തിൻ്റെ ദൂതന്മാർ വഴി ഭൂമിയിൽ ലഭിച്ച നിയമങ്ങളെ മനുഷ്യൻ കൃത്യമായും എഴുതി വെച്ചു. BC 1500 മുതൽ BC 600 വരെ ആണ് വേദങ്ങൾ എഴുതി വെക്കുന്ന കാലഘട്ടം. പിന്നീട് അത് നശിപ്പിച്ചു. അത് നശിപ്പിച്ചില്ലായിരുന്നെങ്കിൽ മാനവരാശിക്ക് അതുതന്നെ മതിയായിരുന്നു. കാരണം അത് അത്രയും വലിയ ദൈവിക നിയമങ്ങളുടെ സംഹിതയായിരുന്നു ചതുർവേദം. സാമവേദമായാലും അഥർവവേദമായാലും യജുർവേദമായാലും ഋഗ്വേദമായാലും അതാണല്ലോ ചതുർവേദം. ആ ചതുർവേദം മനുഷ്യരാശിക്ക് നന്മക്ക് മതിയായിരുന്നു. പക്ഷെ അത് പിന്നീട് യൂറോപ്യർ നശിപ്പിച്ചു. BC 3-4 നൂറ്റാണ്ടുകളിൽ പൂർണ്ണമായി നശിച്ചു. ഇന്ന് ഹിന്ദു മതത്തിൽ ധർമ്മ വേദസംഹിതയില്ല. വേദസംഹിതയില്ലാതെ വന്നപ്പോൾ അവർക്ക് തോന്നിയ താല്പര്യങ്ങളെ പിൻപറ്റി. അങ്ങനെയാണ് ഇതിഹാസങ്ങളെ ഹൈന്ദവ സമൂഹം കാര്യമാക്കിയെടുക്കുന്നത്. ഇതിഹാസങ്ങൾ വിരചിതമാകാനുള്ള കാരണം ധർമ്മം നഷ്ടപ്പെട്ടതാണ്. നിങ്ങളെൻ്റെ കൂടെ ഇല്ല, ഞാൻ വളരെ ചിന്തിക്കണം. ഇതൊക്കെ ഞാൻ പഠിച്ചു വെറുതെ പറയല്ല. മനസ്സിലായില്ല. വേദങ്ങളെ രചിക്കാൻ കഴിയില്ല. വേദങ്ങൾ ദൈവദത്തമാണ്. പഠിച്ചോട്ട് തരണം. എന്തുകൊണ്ട്? ത്രികാലജ്ഞാനങ്ങൾക്കും അതീതമാണ് വേദങ്ങൾ. അത് ഖുർആനായാലും ബൈബിളായാലും തോറയായാലും എന്തായാലും. സ്വരാഷ്ട്രൻ എന്ന ഒരു പ്രവാചകൻ്റെ ഒരു പ്രൊഫറ്റ് ഉണ്ടായിരുന്നു. BC 6-ാം നൂറ്റാണ്ടാണെന്നാണ് എൻ്റെ ഓർമ്മ. അത് അലക്സാണ്ടർ നശിപ്പിച്ചു. അതിൽ നിന്ന് വന്നതാണ് സ്വരാഷ്ട്രനിസം. ഇന്ന് അവരുടെ പ്രധാനപ്പെട്ട ആരാധനാമൂർത്തികളിലൊന്ന് അഗ്നിയാണ്. സൂര്യൻ, അഗ്നി, ഇതൊക്കെ സത്യത്തിൽ ഹെലനൈസേഷന് വിധേയമായതാണ്. ഒരു പ്രവാചകൻ്റെ അനുയായികളാണ്. ഇന്ന് അവരുടെ കയ്യിൽ വേദമില്ല. വേദം യൂറോപ്യർ നശിപ്പിച്ചു. അപ്പോൾ പിന്നെ അവരെന്തായി? ഈ ഗ്രീക്ക് ഹെലനൈസേഷൻ അവർ വിധേയരായി. അവരുടെ കയ്യിൽ ഇപ്പോൾ വേദമില്ല. ഹിന്ദുക്കളുടെ കയ്യിൽ 99.3% വേദമില്ല. വേദമില്ലാതെ വരുമ്പോൾ മനുഷ്യന് പിന്നെ ലക്കുലകാനുണ്ടാവില്ല. ഞാൻ അവരെ കുറ്റപ്പെടുത്തല്ല. ഇന്നത്തെ ഹിന്ദുക്കൾ അതിന് ഉത്തരവാദിയുമല്ല. പക്ഷെ അവരുടെ കയ്യിൽ വേദം ഇല്ല എന്ന കാര്യം സത്യമാണ്. വേദമില്ല, അത് അവർ തന്നെ അംഗീകരിക്കും. സത്യം, വേദമില്ല. അവരുടെ കയ്യിൽ വേദമില്ല. വേദമില്ലാതെ വന്നപ്പോൾ അവർ നോവലുകൾ രചിച്ചുണ്ടാക്കി. ആ നോവലുകളാണ് പിൽക്കാലഘട്ടത്തിൽ ഭാരതീയ ഇതിഹാസങ്ങളായി പുറത്തു വന്നത്. ഞാനതിൻ്റെ ശരി തെറ്റുകൾ പറയല്ല. പക്ഷേ ഇതിഹാസങ്ങളിലേക്ക് നീങ്ങേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? പോയി? വേദം പോയി. വേദം രചിക്കാൻ കഴിയൂല. കാരണം 3 ഡൈമെൻഷനും അപ്പുറത്താണ് വേദസംഹിതകൾ നിൽക്കുന്നത്. അവിടെയാണ് ഖുർആനിൻ്റെ പ്രസക്തിയും. ഞാനിവിടെ ഖുർആൻ വലുത് മറ്റത് ചെറുത് എന്ന് പറയല്ല, വസ്തുതകൾ പറയാന്ന്. ഖുർആനിലെ ഒരു വാക്ക് വളരെ ഒരു വാക്കാണ്. എന്താണ്? ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹഫിളൂൻ. ഗ്രീക്കുകാരെ നിന്നായിരിക്കാം ആ വചനം വരാനുള്ള കാരണം എന്നാണ് എൻ്റെ വിലയിരുത്തൽ. നിങ്ങൾ ഉഷാറിലിരുന്നാലേ പറയൂ. അല്ലെങ്കിൽ അങ്ങനൊരു വാക്ക് വരൂല എന്നല്ല. അള്ളാഹുവിൻ്റെ കലാമ് അങ്ങനെ വരാനുള്ള കാരണം ഗ്രീക്കുകാരെ നിന്നുള്ള ഒരു പ്രത്യേക
പ്രത്യേക പ്രൊട്ടക്ഷനാണത്. ഓരോ യൂറോപ്യൻസ് വേദങ്ങൾ ഏത് കാലത്തും നശിപ്പിച്ചത് യൂറോപ്യന്മാർ. വേദങ്ങളെ കളിയാക്കിയത് യൂറോപ്യന്മാരാണ്. ഇന്ന് കിഴക്കിൻ്റെ സ്വഭാവം അങ്ങനെയല്ല. കിഴക്കിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എല്ലാ വേദങ്ങളെയും വളരെ ബഹുമാനത്തിൽ നോക്കും. അത് ഹൈന്ദവ വേദങ്ങളായാലും ക്രൈസ്തവ വേദങ്ങളായാലും ഇസ്ലാമിക വേദങ്ങളായാലും ഒക്കെ വളരെ ബഹുമാനത്തിലൂടെ നോക്കും. എല്ലാ വേദങ്ങളെയും ബഹുമാനിക്കും. വേദാന്തികളെ ബഹുമാനിക്കും. മുസ്ലിയാക്കന്മാരെ ഹിന്ദുക്കൾ ബഹുമാനിക്കും, ബ്രാഹ്മണന്മാരെ മുസ്ലിങ്ങൾ ബഹുമാനിക്കും. ഇതിനൊരു വ്യത്യാസവും വേദങ്ങളെ കളിയാക്കുന്ന രീതിയുമൊക്കെ അവിടെ ഇരുന്നത് AD 16-ാം നൂറ്റാണ്ടോടുകൂടിയാണ്. കൃത്യമായി പറഞ്ഞാൽ വാസ്കോ ഡ ഗാമയുടെ 2ാമത്തെ വരവോടുകൂടി AD 1502 ഒക്ടോബറിൽ വന്നു എന്നാണ് എൻ്റെ ഓർമ്മ. AD 1502 മുമ്പ് അതാണ് സത്യത്തിൽ യൂറോപ്പിൻ്റെ സൈനിക അധിനിവേശം മലബാറിൽ വരുന്നത്, അല്ലെങ്കിൽ കൊളോണിയൽ സൈനിക അധിനിവേശം വരുന്ന ആദ്യത്തെ വർഷം AD 1502. അതിനു മുമ്പ് ബ്രാഹ്മണന്മാരെ മുസ്ലിങ്ങൾ ബഹുമാനിക്കും. എന്തുകൊണ്ട്? അവർ വേദാന്തികളാണ്, വേദം പഠിക്കാൻ നടക്കുന്നവരാണ്. സന്യാസികൾ സന്യാസി നോക്കേണ്ട അർത്ഥം സ്വകീയ താല്പര്യമില്ലാത്തവനാണ് ആര്? ദൈവ താല്പര്യം മാത്രമേ ഉള്ളൂ. ദൈവം എന്ത് പറഞ്ഞു എന്നന്വേഷിച്ച് നടക്കുന്നവനാണ് ആര്? അത് സന്യാസി. സ്വതാല്പര്യമില്ല. സ്വകീയ താല്പര്യങ്ങളെ നസ്യം ചെയ്തു. മനസ്സിലാണ് പറഞ്ഞത്. അപ്പൊ സ്വകീയ താല്പര്യങ്ങളെ നസ്യം ചെയ്തപ്പോൾ പിന്നെ ആരുടെ താല്പര്യ? ദൈവത്തിന്റെ താല്പര്യം. അതാണ് ആര്? സന്യാസി. സ്വന്തം താല്പര്യത്തെ നസ്യം ചെയ്തു. സ്വന്തം താല്പര്യമില്ല, ദൈവത്തിന്റെ താല്പര്യമുള്ളൂ. ദൈവത്തിന്റെ താല്പര്യം എന്തെന്ന് അന്വേഷിച്ചലയുന്ന ആളാണ് സന്യാസി. ബ്രഹ്മം തേടി അന്വേഷിച്ചലയുന്ന ആളാണ് ബ്രാഹ്മണൻ. അതാണ് ബ്രാഹ്മണൻ. അപ്പൊ ബ്രാഹ്മണന്റെ പണി എന്താ? തന്നെ സൂഫി. എന്താ സൂഫി? തന്റെ ദൈവത്തെ അന്വേഷിച്ചിട്ട് പട്ടിനേക്കാളും മനോഹരമായിട്ടുണ്ട് ഹൃദയം. അതാണ് ആര്? സൂഫി. കരിമ്പടവും പട്ടുപോലെ ധരിക്കും. ആര്? സൂഫി. എന്തുകൊണ്ട്? സൂഫിക്ക് തൻ്റെ പുറത്ത് കിടക്കുന്ന വസ്ത്രത്തിൻ്റെ കളറ് നോക്കൂല, അതിൻ്റെ മുൾമുനകൾ തന്നെ ബുദ്ധിമുട്ടിക്കുന്ന നോക്കൂല. ഏത് നട്ടുച്ച നേരത്തും കരിമ്പടം സൂഫി ധരിക്കും, ഏത് മരുഭൂമിയിലും ധരിക്കും. ചൂടും തണുപ്പും പ്രശ്നമില്ല, അവരുടെ പ്രശ്നം പടച്ചോൻ അന്വേഷിക്കലാണ്. ഇതാണ് ആര്? ആ സൂഫി തന്നെയാണ് ഈ സന്യാസി. ഈ മതത്തിൽ സന്യാസി എന്ന് പറയും, ഈ മതത്തിൽ സൂഫി എന്ന് പറയും. ഇവരൊക്കെ ബഹുമാനിക്കും. എന്തുകൊണ്ട്? അവർ വേദാന്തികളാണ്. അവർ ബ്രഹ്മത്തെ അലയുന്ന തേടി അറിയുന്നവരാണ്. മൗലാനെ പടച്ചോനെ അന്വേഷിച്ച് അറിയുന്നവരാണ്. അവരെ ബഹുമാനിക്കും. ഇതിനെ മുഴുവനും എതിർത്ത ജനതയാണ് ഗ്രീക്കുകാര്, യൂറോപ്യന്മാര്. അവർ കടന്നു വരുന്ന 16-ാം നൂറ്റാണ്ടിന് തുടക്കം വരെ ഇവരെയൊക്കെ ബഹുമാനിച്ചു. പിൽക്കാലത്താണ് ഇവർക്ക് അപഹാസ്യതകൾ ഏൽക്കേണ്ടി വന്നത്. ഇന്നിപ്പോ മൂല്യന്മാരെ കളിയാക്കുക. എന്റെ കുട്ടിക്കാലത്തൊക്കെ മൂല്യന്മാരെ കളിയാക്കൽ പൊതുരീതിയാണ്. എന്റെ കുട്ടിക്കാലത്തൊക്കെ മൂല്യന്മാരെ കളിയാക്കുക എന്നുള്ളൊരു പൊതുരീതിയാണ്. മൂല്യന്മാരെ കളിയാക്കലിൽ നിന്നാണ് വഹാബിസം വന്നത്. അതൊരു ഇസ്ലാമിക് ഹെലനൈസേഷനാണ്. നിങ്ങൾക്ക് എന്തു പറയാ? ഇത് സത്യം. സാലിഹ്യങ്ങളായ ആലിമീങ്ങൾ ഒരു വിവരമില്ലാത്ത, അവർക്ക് ഈ ദുനിയാവിന്റെ വിവരങ്ങളൊന്നും ഉണ്ടാവില്ല. ദുനിയാവിനെ അവർ പഠിച്ചിട്ടില്ല, അന്വേഷിച്ചിട്ടില്ല. അങ്ങനത്തെ ആളുകളെ കളിയാക്കിയും കൊണ്ടാണ് അവരെ വേഷം, വിധാനം, ശൈലി, ഇതൊക്കെയാണ് നമ്മളെ കുട്ടിക്കാലത്ത് കേൾക്കുക. ഇപ്പോൾ മുസ്ലിയാക്കന്മാർ അങ്ങനെ വല്ലാതെ കളിയാക്കുന്നില്ല. അതിന് കാരണം മുസ്ലിയാക്കന്മാരിൽ നല്ലൊരു ശതമാനം ധനാട്യന്മാരായി മാറിയെന്നതാണ്. ഇപ്പം മൂല്യന്മാരെ കളിയാക്കൽ കുറഞ്ഞിട്ടുണ്ട്. കാരണം മൂല്യന്മാർ ഇപ്പോൾ പഴയ രൂപത്തിലുള്ള ഇതിനെ അന്വേഷിക്കുന്നവരല്ല. പണ്ട് മൂല്യന്മാരൊക്കെ പഠിച്ചോനെ അന്വേഷിക്കുന്നവരാണ്. അപ്പോൾ കയ്യിൽ എന്തില്ല? പൈസയില്ല. ഇപ്പം മൂല്യന്മാർ ദുന്യാവിനെ അന്വേഷിക്കുന്നവരാണ്. അപ്പോൾ കയ്യിൽ പള്ളാർച്ച പൈസയുണ്ട്. ഒരു നാട്ടിൽ അറിയപ്പെട്ട മൂല്യര് ആ നാട്ടിൽ അറിയപ്പെട്ട ധനാട്യനായിരിക്കും. ധനാട്യം പിന്നെ ആരും കളിയാക്കൂല. കാറൂനാണെങ്കിലും കളിയാക്കൂല. പുറത്തു പറയണ്ട, ഇത് സത്യമാണ്. ഇതൊക്കെ സത്യങ്ങളാണ്.
പഠിച്ചോൻ അന്വേഷിക്കുന്നത് പഠിച്ചോൻ എവിടെയായാലും ഒരിക്കലും നഷ്ടം വരാൻ പോണില്ല. പഠിച്ചോൻ എവിടെ ഉണ്ടായാലും കൃഷി പഠിച്ചോൻ ഇല്ലെന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇല്ലെങ്കിൽ ഉണ്ട്, കുഴപ്പമില്ല. നല്ല പൈസക്കാരല്ലാത്ത മൂല്യന്മാരില്ല ഉണ്ട്, എങ്കിലും അവർ പറയപ്പെടൂല. അവർ പറയപ്പെടുന്ന മൂല്യന്മാരല്ല. പൈസ ഇല്ല, വണ്ടിയില്ല, കാറില്ല, ഒന്നുമില്ല. മറ്റേ പാവപ്പെട്ട കുടുംബത്തിൻ്റെ മദ്രസയിൽ നിന്ന് പള്ളിയെ ഒപ്പിച്ചു പോകുന്ന ആ മുസ്ലിംമാർ ഒരു മൈതാനിയിൽ പറയപ്പെടുന്ന മുസ്ലിംമാരല്ല. മൈതാനിയിൽ പറയപ്പെടുന്നവരെല്ലാം ഇന്ന് പണക്കാരുമാണ്. അപ്പോൾ അവരെ ചൊറിയാൻ പോവില്ല. പൈസ ഉണ്ടെങ്കിൽ എന്ത് വെട്ടിത്തരം പറയാം. നല്ല യൂട്യൂബ് തുറന്നാൽ മുതലാളിമാർ പറയുന്ന പൊട്ടത്തരങ്ങൾ കേൾക്കാൻ കഴിയും. അതിനെല്ലാം ആയിരക്കണക്കിന് ലൈക്കുകൾ ഉണ്ടാവും. കാരണം മുതലാളിയാണ് പറഞ്ഞത്. മുതലാളിക്ക് എന്ന് പറയുന്നത് ഇതൊക്കെ സത്യമാണ്. അംഗീകരിക്കാൻ കുറച്ച് നേരം വൈകും, നല്ല സത്യമാണ്. എൻ്റെ കുട്ടിക്കാലത്ത് മൂല്യമാരൊക്കെ കളിയാക്കും. ഈ മുസ്ലിംമാരെ കളിയാക്കൽ ഇവിടെ നിന്ന് യൂറോപ്പിൽ നിന്ന് വന്നു. വേദാന്തികളെ പൗരസ്ഥർ കളിയാക്കൂല, ഒരിക്കലും കളിയാക്കൂല. ഇന്നിപ്പോൾ ഒരു കാവ്യവസ്ത്രം ധരിച്ച് ഒരാൾ ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു മുസ്ലിമിൻ്റെയും ഹിന്ദുവിൻ്റെയും മനസ്സിലെന്താ വരിക? എന്തോ തട്ടിപ്പനായിരിക്കും. ഒരു മുസ്ലിം തലയെ കെട്ടി ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നുണ്ടാൽ കടന്നു പോകുന്ന ഹിന്ദുവിനും മുസ്ലിമിനും മനസ്സിൽ എന്തോ തട്ടിപ്പഴിഞ്ഞവരായിരിക്കും. ആണോ അല്ലേ? ഇത് AD 1502 വാസ്കോഡ് ഗാമ വന്നതിന് ശേഷം കേരളത്തിൽ വന്നതാണ്. ചിലർ വരുമ്പോൾ ചരിത്രം വഴി മാറും എന്നൊരു പരസ്യമുണ്ട്. കേരളത്തിലെ ഏതോ ഒരു ജ്വല്ലറിക്കോ മറ്റോ എന്തിനോ ഓർമ്മയില്ല, എന്തിനും ആയിക്കോട്ടെ. എന്താണ് വഴിമാറൽ? പൗരസ്ത്യ ധർമ്മങ്ങൾ ഇല്ലാതാക്കുക, എന്നിട്ട് പാശ്ചാത്യൻ മിത്തോളജിയും അക്രമവും അരാജകത്വവും പരിഹാസ്യവും ഒക്കെ നാട്ടിൽ പ്രചരിപ്പിക്കുക. ഇതാണ് വാസ്കോഡി ഗാമ ചെയ്തത്. തനിക്രൂരനാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിന്തിക്കണം. വേദങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ വേദത്തിന്റെ ഒരു പൂർത്തീകരണമായിട്ടാണ് ഖുർആൻ വരുന്നത്. ആ ഖുർആനിൽ പടച്ച തമ്പുരാൻ ഒരു എഗ്രിമെന്റ് തന്നു. എന്താ എഗ്രിമെന്റ്? ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ വചനം ഞാൻ ഇറക്കിയിട്ടുണ്ട്. ഈ വചനത്തെ അന്ത്യനാൾ വരെ സംരക്ഷിക്കും. എന്തുകൊണ്ട് അങ്ങനെ സംരക്ഷിക്കേണ്ടി വന്നത്? ഉറുമ്പില്ലാത്തൊരു നാട്ടിൽ പഞ്ചസാരയെ സംരക്ഷിക്കേണ്ട ആവശ്യമില്ല. സംരക്ഷിക്കും എന്ന് പറയുമ്പോൾ എന്തതിനർത്ഥം? ശത്രു ഉണ്ട് എന്നർത്ഥം. അതാണ് അതിനർത്ഥം. ജാഗരൂകനായ ശത്രു ഉണ്ട് എന്നാണ് അർത്ഥം. അത് പടച്ചോൻ പറയുമ്പോൾ ഒരുപാട് അർത്ഥം ഇനിയും വരും. കാരണം 3 ഡയമെൻഷൻ അപ്പുറത്തുള്ള ജ്ഞാനിയാണ് ആര്? പടച്ചോൻ. നിങ്ങൾ കാണുന്ന ശത്രു മാത്രമല്ല, കാണാത്ത ശത്രുവും ഉണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം. പക്ഷെ ആ ശത്രുക്കൾക്കൊന്നും ഈ വചനപ്രകാശങ്ങളെ തൊടാൻ പറ്റൂല. ഇതിനു മുമ്പ് പലതും ഇറക്കിയിട്ടുണ്ട്, അതൊക്കെ ഇറക്കി ഞാൻ തന്നെ. പക്ഷേ ഈ എഗ്രിമെന്റ് ഇല്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഞാൻ പഠിച്ച് പറഞ്ഞുതരാം. ഹൈന്ദവ വേദങ്ങളിൽ ചതുർവേദങ്ങളിൽ ഉണ്ടായ ധർമ്മം നിലനിൽക്കുകയാണെങ്കിൽ വേറൊരു വേദം ലോകത്ത് ആവശ്യമുണ്ടായിരുന്നില്ല. അത്രയും ജ്ഞാനസമൃദ്ധാണത്. പക്ഷെ അത് ഇന്ന് ലോകത്തേ ഇല്ല, എവിടെയുമില്ല. ലോകത്തൊരു നാട്ടിലില്ല. ഇല്ലയിൽ ഇമ്പോസിബിൾ ഇല്ല. ഒരുപക്ഷെ ഞാൻ ഈ പ്രസംഗിക്കുന്ന ഈ പ്രഭാഷണം ഹൈന്ദവ ആചാര്യന്മാർ കേൾക്കാൻ സാധ്യതയുണ്ട്. അവരും സമ്മതിക്കും ആ കുട്ടി പറഞ്ഞത് ശരിയാണ്, പറഞ്ഞത് ശരിയാണ്, സത്യമാണ്. ഞാൻ കുട്ടി നിന്നെ സംബോധന ചെയ്ത് ഞാൻ വേദങ്ങളുടെ കാര്യത്തിലൊക്കെ വളരെ വിവരം കുറഞ്ഞ ഒരാളാണ്. പക്ഷെ ഇതൊക്കെ ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്. വേദപഠനത്തിൽ ഞാൻ ശിശുവാണ്. എന്നാലും ഞാൻ എൻ്റെ ആയുസ്സിൽ വലിയൊരു ശതമാനവും വേദാന്വേഷണത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. പക്ഷെ വേദം കിട്ടാനില്ല. പുരാണങ്ങളാണ് കിട്ടാനുള്ളത്. പുരാണങ്ങൾക്ക് കൃത്യമായി അത് ദൈവദത്തമാണ് എന്നതിന് എവിഡൻസ് ഇല്ല. ദൈവത്തിൽ നിന്നതാണ് വേദങ്ങൾ. വേദമാണ് അടിസ്ഥാനം. ഹിന്ദു മതത്തിൻ്റെ അടിസ്ഥാനം, ക്രിസ്തു മതത്തിൻ്റെ അടിസ്ഥാനം എന്താ? ബൈബിൾ. അത് വേദമാണ്. ജൂദായിസത്തിന്റെ അടിസ്ഥാനം എന്താ? തോറ. വേദമാണ്. പിൽക്കാലഘട്ടത്തിൽ, ഡയസ്പോറ കാലഘട്ടത്തിൽ അവർ മെനഞ്ഞുണ്ടാക്കിയതാണ് അവരുടെ ഇന്നത്തെ ചില ഗ്രന്ഥങ്ങൾ. അത് അവർ തന്നെ മെനഞ്ഞുണ്ടാക്കിയത്.
ഒരു വാദപ്രതിവാദം നടക്കുമ്പോൾ ഇരുകൂട്ടരും തീരുമാനിക്കും തഫ്സീറുകൾ പ്രമാണമല്ല. ശരിയാണ്, അതിൻ്റെ തെറ്റൊന്നുമില്ല. ഹദീസ് പ്രമാണമാണ്, തഫ്സീറുകൾ പ്രമാണമല്ല. എന്തുകൊണ്ട്? മനുഷ്യ സൃഷ്ടിയാണ് തഫ്സീറുകൾ, എഴുതിണ്ടാക്കിയതാണ്. മനുഷ്യന് അതങ്ങനെയാകാം ഇതിങ്ങനെയാകാം അവർ ധാരണ തെറ്റല്ല. അതേസമയത്ത് ഖുർആനും ഹദീസ് എന്താണ്? ഖുർആനും ഹദീസ് എന്താണ്? പ്രമാണമാണ്. ഖുർആൻ പ്രമാണം, ഹദീസ് പ്രമാണമാണ്. എന്തുകൊണ്ടാണ് ഹദീസ് പ്രമാണമായത്? വഹയിൽ മാത്രമേ ഹബീബാ നബി സംസാരിക്കൂ. അപ്പൊ അത് പ്രമാണമാണ്. നല്ലപോലെ ചിന്തിക്കണം. മറ്റൊന്നും പ്രമാണങ്ങളല്ല. പുരാണങ്ങൾ പ്രമാണമല്ല, ഇതിഹാസങ്ങൾ പ്രമാണമല്ല. അതിനെ നമ്മൾ നിസ്സാരപ്പെടുത്തല്ല. വേദാന്തികൾ അതിലൊക്കെ കൈവച്ചിട്ടുണ്ടാകാം, വേദം കിട്ടാതെയായപ്പോൾ. പ്രമാണം എന്താണ്? വേദമാണ്. ഖുർആൻ വേദമാണ്, തഫ്സീർ വേദമല്ല. തഫ്സീർ പ്രമാണമല്ല, ഖുർആൻ പ്രമാണമാണ്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവണില്ലേ? അതുകൊണ്ട് ഇത് അന്ത്യനാൾ വരെ സംരക്ഷിക്കേണ്ടതുണ്ട്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. ഇത് ലോകാവസാനം വരെ സംരക്ഷിക്കും.